കോഴിക്കോട്ട് യാത്രക്കാരിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കവർച്ച നടത്തി. പ്രതി ഇതര സംസ്ഥാനക്കാരനെന്നാണ് സൂചന. പ്രത്യേക സംഘം രൂപീകരിച്ച് റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസിൽ വെച്ച് തൃശൂർ സ്വദേശി അമ്മിണിയെയാണ് തള്ളിയിട്ടത്. ഇന്നലെ പുലർച്ചെയാണ് സംഭവം. അമ്മിണിയിൽ നിന്ന് 8500 രൂപയും മൊബൈൽ ഫോണും മോഷ്ടാവ് കവർന്നു. അഭിജിത്ത് മുഴക്കുന്ന നമുക്കൊപ്പം. അഭിജിത്ത്, ഈ കള്ളൻ ഇതര സംസ്ഥാനക്കാരനാണോ? സുജയ, അങ്ങനെ ഒരു സംശയമാണ്, സൂചനയിലേക്കാണ് റെയിൽവേ പോലീസ് എത്തുന്നത്. ഇന്നലെ പുലർച്ചെ 5:30 മണി സമയത്താണ് ഈ സംഭവം ഉണ്ടായത്. മുംബൈയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്നു തൃശ്ശൂർ സ്വദേശിയായ അമ്മിണി. 64-കാരിയാണ്. സഹോദരനൊപ്പമായിരുന്നു യാത്ര ചെയ്തിരുന്നത്. അവർ ഈ കോഴിക്കോട് ട്രെയിൻ വിട്ട ഉടൻ തന്നെ അവർ ശുചിമുറിയുടെ ഭാഗത്തേക്ക് നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഒരാൾ എത്തി അമ്മിണിയുടെ കൈവശമുണ്ടായിരുന്ന ബാഗ് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചത്. അമ്മിണി അതിനെ പ്രതിരോധിച്ചു. അതിനിടയിൽ ഇയാൾ അമ്മിണിയെ ഈ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ടു. അമ്മിണി നേരെ പോയി റെയിൽവേ ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു. അത്ഭുതകരമായാണ്, തലനാരിഴയ്ക്കാണ് അമ്മിണി രക്ഷപ്പെടുന്നത്. തൊട്ടടുത്ത ട്രാക്കിലൂടെ മറ്റൊരു ട്രെയിൻ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഈ സംഭവം കണ്ടയുടൻ തന്നെ ട്രെയിനിൽ ഉണ്ടായിരുന്ന ഒരാൾ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തി. ഇതിനു പിന്നാലെ എല്ലാവരും ഓടിക്കൂടി. RPF ഉദ്യോഗസ്ഥരുൾപ്പെടെ അവിടേക്ക് വരികയും ചെയ്തു. പക്ഷേ ഈ ആക്രമണം നടത്തിയ ആൾ ആരാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അമ്മിണിയെ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയും തുടർന്ന് ചികിത്സ നൽകുകയും ചെയ്തു. അവർ നിലവിൽ തൃശ്ശൂരിലെ തൻ്റെ വീട്ടിലേക്ക് തിരികെ പോവുകയും ചെയ്തിട്ടുണ്ട്. 8500 രൂപയും മൊബൈൽ ഫോണുമാണ് അമ്മിണിക്ക് നഷ്ടമായിട്ടുള്ളത്. പ്രത്യേക സംഘം രൂപീകരിച്ച് ഇപ്പോൾ റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ഇതര സംസ്ഥാനക്കാരനാണ് ഈ സംഭവം നടത്തിയത് എന്നുള്ള പ്രാഥമികമായ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളും പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതത്ര വ്യക്തമല്ല. അവ്യക്തമായ ചില ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഈ മോഷ്ടാവ് ആരാണ്, അയാളിലേക്ക് എത്തിച്ചേരാൻ ഉടൻ തന്നെ പോലീസിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുജയ, വിവരങ്ങൾ നൽകിയത് അഭിജിത്ത് മുഴക്കുന്നാണ്.